ഹായ് ഗൈസ്, നമ്മളൊരു ചെറിയൊരു ഫിറ്റ്നസ് റിലേറ്റഡ് ടിപ്പ് തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ റീൽസിലും അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ജിമ്മിൽ വെച്ചിട്ടുള്ള തലകറങ്ങലുകളും പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുകളൊക്കെ. ഇത് കോമൺ ആയിട്ട് ഒരു മിസ്റ്റേക്കിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ബ്രീത്ത്. പലരും സില്ലിയായിട്ട് വിടുന്ന ഒരു കാര്യമാണ്, എന്നാൽ ബ്രീത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അതായത് നമ്മളിപ്പോൾ ഹെവി ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ കോമൺ ആയിട്ടൊന്ന് പോസ് ചെയ്താൽ കൂടി നമ്മൾ ഭയങ്കരമായിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തലകറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ യൂസ് ചെയ്തിട്ട് അടക്കി പിടിച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ശ്വാസം അടക്കി പിടിക്കുന്നത് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കി പിടിക്കാൻ നമുക്ക് കൂടുതൽ പവർ കിട്ടും. നമുക്ക് എത്ര വലിയ വെയിറ്റും ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നത് ബ്രീത്ത് പിടിച്ചു വെച്ചാലാണ്. ഇത് എനിക്കും പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാനും എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഇങ്ങനെ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് ഹെവി ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ബ്ലാക്ക് ഔട്ട് കിട്ടി. അതിലെനിക്ക് മനസ്സിലായി ഈ ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു ഡേഞ്ചറാണ്. അതായത് നമ്മുടെ മൊത്തം കൺട്രോൾ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ഹാർട്ടിലേക്കുള്ള പമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഒരിക്കലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് കൺട്രോൾ ചെയ്ത് പിടിക്കാതിരിക്കുക. കറക്റ്റ് ബ്രീത്ത് ഇൻഹെയിലും എക്സെയിലും ചെയ്ത് മാത്രം വർക്കൗട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നീടും വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ശ്രദ്ധിക്കുക. ബ്രീത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ സേഫ് ഗൈസ്.